അശ്വതി, ഇന്നലെ ഗൗതം രാഖിയും കൂടെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ പുത്തൻപുലരി ഒരു 2 മാസത്തോളമായി തുടങ്ങിയിരുന്നത് ശബരിമലയിൽ നിന്നായിരുന്നു, സന്നിധാനത്തു നിന്നായിരുന്നു. സന്നിധാനത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണിച്ചായിരുന്നു, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ കാണിച്ചായിരുന്നു, അല്ലെങ്കിൽ ഭക്തജന തിരക്കിനെ കുറിച്ചായിരുന്നു, അന്ന് നടക്കാൻ പോകുന്ന ചടങ്ങിനെ കുറിച്ചായിരുന്നു. ശബരിമല സീസൺ കഴിഞ്ഞു, മണ്ഡല പൂജ കഴിഞ്ഞു, മകരവിളക്ക് കഴിഞ്ഞു. പക്ഷേ ശബരിമല വാർത്തകളൊന്നും മായുന്നില്ല. വൺസ് അഗെയിൻ ഗൗതം ഇന്നലെ പറഞ്ഞ പോലെ തികച്ചും നെഗറ്റീവായ വാർത്തകളുടെ പേരിൽ. പക്ഷെ അത് അവഗണിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം ഈ വാർത്ത പുറത്ത് വിട്ടത് ജനം ടി വി. അതിനൊരുപാട് പിതൃസ്ഥാനീയർ പിന്നീട് വന്നുവെങ്കിലും ജനം ടി വിയാണ് ഈ വാർത്ത പുറത്ത് വിട്ടത്. ആറന്മുള ഗൗതമിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല വാർത്ത. അതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന സമയത്ത് അതിനിടയിൽ നിന്നാണ് മിഥുൻ മുരളി ഓടിപ്പാഞ്ഞു വരുന്നത്. ഇവിടേക്ക് ഡെസ്കിലേക്ക് വിളിക്കുന്നു. പെട്ടെന്നൊരു വാർത്ത ബ്രേക്ക് ചെയ്യണം. എന്താണ്? ശബരിമലയിൽ നിന്നുള്ള ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി അനുവാദമില്ലാതെ കൊണ്ടുപോയിരിക്കുന്നു. സ്വർണം പൂശാൻ എന്നുള്ള പേരിൽ അത് കണ്ടെത്തിയ സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ ജില്ലാ ജഡ്ജി കൂടിയാണ്. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഈ വാർത്ത ഏതാണ്ട് 4 മണിയോട് കൂടിയാണെന്ന് തോന്നുന്നു ജനം ടി വി ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോഴേക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വൈകുന്നേരത്തോടു കൂടി അതുകൂടി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വരുന്നു. ജനം ടി വിയാണ് ആദ്യമായിട്ട് ഇതിനെ കൊള്ളയെന്നും കവർച്ചയെന്നും വിളിച്ചത്. അതുവരെ കാണാനില്ല, അനുവാദമില്ലാതെ കൊണ്ടുപോയി, ക്രമക്കേട്, ഇടപാട് എന്നൊക്കെയായിരുന്നു ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പല മാധ്യമങ്ങളും അതിനെ വിശേഷിപ്പിച്ചിരുന്നു. ഗൗതമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലെ കാര്യം ഒന്ന് പറയണത്. വീട്ടിൽ രാവിലെ അച്ഛൻ വിളക്കൊക്കെ കത്തിക്കും. അപ്പോൾ അനിയൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കായിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ കോൾ വിളിച്ചപ്പോൾ അനിയൻ പറയാം, എന്നും വിളക്ക് കത്തിച്ചിട്ട് അകത്ത് വന്ന് കയറുമ്പോൾ നീ വാർത്ത വായിക്കുവാണെങ്കിൽ വിറ്റുപോകും വിശ്വാസം. അതായത് അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. അവൻ്റെ ആ ചിന്ത പോയതാണ്. അതായത് വിശ്വാസം വിറ്റുകൊണ്ടാണ് ഇപ്പം കേരളത്തിൽ നടക്കുന്നത്. അതാണ് അതിന് ചുക്കാൻ പിടിക്കാൻ ഒരുപാട് പേര്. അപ്പോൾ ഇതെല്ലാവരും, അതായത് നമ്മളെ ഭക്തിയോടുകൂടി ഒരു സമൂഹം ഇങ്ങനെ നിൽക്കുമ്പോൾ ഭക്തരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അവരുടെ ആചാര ലംഘനമായാലും അവകാശ ലംഘനമായാലും അതെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയിൽ നിന്ന് വിട്ടുനിൽക്കാനാവില്ല. ജനം ടി വി തന്നെയാണ് ഇത് തുടക്കം തൊട്ട് മുന്നിൽ കൊണ്ടുവന്നത്. വിറ്റോ വിശ്വാസം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ED പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളിലൊക്കെ നിർണായക തെളിവുകൾ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നത്. ഈ പരിശോധന പൂർത്തിയാക്കിയത് സൈബർ സാങ്കേതിക വിദഗ്ധ സംഘമാണ്. അപ്പോൾ ഡിജിറ്റൽ തെളിവുകളിലും ED ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഒരു അന്വേഷണത്തിന്റെ ഒരു ഗോൾഡൻ ഘട്ടത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം SIT സഞ്ചരിച്ച വഴിയിൽ നിന്നും വിഭിന്നമായാണ് ED ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. SIT കാണാത്ത പല തെളിവുകളും EDയുടെ അടുത്ത നീക്കം. അശ്വതി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ EDയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ്. SITയുടെ കണ്ണെത്താത്ത പല ദിശകളിലേക്കും EDയുടെ അന്വേഷണം പോകുന്നുണ്ട്. പലരെയും ചോദ്യം ചെയ്യാനായിട്ടുള്ള നടപടിയിലേക്ക് സമൻസ് അയച്ചുകൊണ്ടുള്ള നീക്കങ്ങളിലേക്കും ED കടക്കാനിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്തുവകകൾ മരവിപ്പിച്ചിരുന്നു. അതൊക്കെ തന്നെ കണ്ടുകെട്ടാനായിട്ടുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്കൊക്കെ തന്നെ ED കടന്നിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ കേസിൽ സുപ്രധാനമായിട്ടുള്ള നിർണായകമായ തെളിവുകളായേക്കാവുന്ന ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ നേരത്തെ റെയ്ഡിൽ ED പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലാണ് ഈ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ, അതായത് ഈ സാമ്പത്തിക ഇടപാടുകളുടെ, ക്രയവിക്രയങ്ങളുടെ, അതിന്റെ ആശയവിനിമയങ്ങൾ നടന്ന വഴി, ഇതൊക്കെ തന്നെ തെളിവുകളായിട്ട് കോടതിയിലടക്കം സമർപ്പിക്കാൻ തക്ക രീതിയിലുള്ള വിവരങ്ങളും വിശദാംശങ്ങളും ഈ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിലുണ്ട്. സൈബർ സാങ്കേതിക വിദഗ്ധ സംഘം കൊച്ചിയിലെ ED ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ CDT-യിലേക്ക് പരിശോധനയ്ക്ക് അയച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കും അല്ലെങ്കിൽ നീക്കത്തിലേക്കും ED കടക്കുമെന്നാണ് സൂചന. എന്തായാലും ഇനി സൈബർ സാങ്കേതിക വിദഗ്ധ സംഘത്തിന്റെ ടീം ലീഡർ മാത്രം ഇത് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. ഒരു തെളിവായിട്ട്, അതായത് കൃത്യമായ നിർണായകമായേക്കാവുന്ന തെളിവായിട്ട് ഇത് കോടതിയിലടക്കം ED സമർപ്പിക്കും. എന്തായാലും നേരത്തെ കേരളമടക്കം 3 സംസ്ഥാനങ്ങളിൽ ഏകദേശം 21ഓളം കേന്ദ്രങ്ങളിലായിരുന്നു EDയുടെ റെയ്ഡ് നടന്നത്. ഈ റെയ്ഡുകളിൽ ചില ഫയലുകൾ, ചില രേഖകൾ, അതോടൊപ്പം തന്നെയാണ് ഹാർഡ് ഡിസ്കുകൾ, പെൻഡ്രൈവുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളും ED പിടിച്ചെടുത്തത്. ഈ ഉപകരണങ്ങളിലാണ് ഒരു കാര്യം വ്യക്തമാണ്, ED എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഭക്തജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കാര്യം SITയുടെ അന്വേഷണം പല വഴിയിലേക്ക് പോകുന്നു. അതുപോലെ അത് ചിലർ ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള വിമർശനം അടക്കം വ്യാപകമാവുകയാണ്.
പിന്നെ ആലോചിക്കുന്നത് അവർ വെറുതെ ഇരുട്ടിൽ തപ്പുന്നതാണോ, ആരെങ്കിലും ഇവരെയും കൊണ്ട് ഇരുട്ടിൽ ആഴ്ത്തുന്നതാണോ, വേറെ വഴിക്ക് എൻ്റെ ടോർച്ചടിച്ച് ഒരു ബലമായ വിടുന്നതാണോ? സംശയം ആരെങ്കിലും കണ്ണ് കെട്ടിയിട്ടുണ്ടോ, ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ CPM നേതാക്കളോ? കാരണം വരുന്ന പ്രതികളുടെ അല്ല, ലിസ്റ്റിൽ തെളിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സിലേക്കൊക്കെ നമുക്ക് തിരിച്ചു വരാം.